ഹായ്, നമ്മളിന്ന് അടുത്തൊരു പൂവായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. എന്തൊരു ക്യൂട്ട് ഫ്ലവേഴ്സാണെന്നറിയോ ഇത്. പെറ്റ്യൂണിയ. ഓവർ വെയിലും വേണ്ട, ഓവർ വെള്ളവും വേണ്ട, എല്ലാം നോർമലായിട്ട് വേണ്ട ഒരു ചെടിയാണ്. നമുക്ക് വേണമെങ്കിൽ നേരത്ത് അല്ലെങ്കിൽ പോർച്ചിൻ്റെ സൈഡിലൊക്കെ സെറ്റ് ചെയ്ത് വളർത്താവുന്ന ഒരു ചെടി കൂടിയാട്ടോ. നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവും. അതിൻ്റെ വെറൈറ്റി കളേഴ്സ് കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, അയ്യോ, നമ്മൾ ഈ നോർത്ത് ഇന്ത്യൻസിൻ്റെ ചില തുണികൾ ഇങ്ങനെ പല കളറിൽ മുക്കിയെടുക്കുന്നത് കണ്ടിട്ടുണ്ടാവും അല്ലേ? എല്ലാവരും കണ്ടിട്ടുണ്ടാവും, വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്ന പോലെയാണ് ചില ഫ്ലവേഴ്സ് നമുക്ക് കാണുമ്പോൾ തോന്നുന്നു അതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് എന്തോ കളറിൽ മുക്കിയെടുത്ത പോലെയാണ് ഓരോന്നിൻ്റെ ഡിസൈൻ. പ്ലെയിൻ കളേഴ്സിലാണ് ഈ ഭാഗത്തൊക്കെ വന്നിരിക്കുന്നത്. ഇത് 2-3 കളേഴ്സിലും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കാണുന്നുണ്ടല്ലോ. വയലറ്റ് ഉണ്ട്, മജന്ത ഉണ്ട്, റെഡ് ഉണ്ട്, വയലറ്റും വെള്ളയുണ്ട്, റോസും വൈറ്റും ഉണ്ട്, അതേപോലെ തന്നെ റെഡ് ആൻഡ് വൈറ്റ് ഉണ്ട്, മജന്ത വൈറ്റ്, അതൊക്കെ ഇങ്ങനെ. പിന്നെ വൈറ്റിൽ നീല വരകളും, അതുപോലെ വൈറ്റിൽ പിന്നെന്തിട്ടാണ് മെറൂൺ വരകളും. നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ ഞാൻ ഈ പറയുന്നതൊക്കെ. നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അങ്ങനെയും കുറേ കളേഴ്സ് ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, മെജന്തൊക്കെ എന്ത് രസമാണ്. വയലറ്റ്, കരിനീല ഒക്കെ വരുന്നുണ്ട്, എല്ലാം ഉണ്ട്. മെറൂണ്, ചുവപ്പ്, മെറൂണ്, റെഡ്, ചില്ലി കളർ, അങ്ങനെ ഇതിൻ്റെ ഒരു ലോകം. ഇത് 1, 2, 5, 10 തൈകളല്ല കേട്ടോ. ഇത് ഒരുപാട് തൈകളുണ്ട്, ഒരുപാട് കളേഴ്സ് ഉണ്ട്. നമുക്ക് ഒന്ന് കാണുന്നത് തന്നെയാണ് കാണുന്നത്. നല്ല എല്ലാം അടുത്തടുത്തടുത്ത് ഉള്ളതെല്ലാം വേറെ വേറെ കളറാണ്. പ്യുവർ വൈറ്റിലും വരുന്നുണ്ട്. വൈറ്റ് കളറിലാണ് മജന്ത, റെഡ്, അതേപോലെ തന്നെ ഒക്കെ വരുന്നത്. കണ്ട, ഇത് പ്ലെയിൻ കളേഴ്സാണ് ഈ വന്നിരിക്കുന്നത്. മജന്ത, ആ കാണുന്ന റെഡ്, ആ വൈറ്റ്, അതൊക്കെ പ്ലെയിൻ കളറുകളാണ്. വൈറ്റിൽ വയലറ്റും വന്നിട്ടുണ്ട്, റെഡ് വന്നിട്ടുണ്ട്, മജന്ത വന്നിട്ടുണ്ട്. ഇതൊക്കെ വയലറ്റ് തന്നെയാണ്. റെഡ് ലൈറ്റും ഉണ്ട്, ഡാർക്കും ഉണ്ട്, എല്ലാ കളേഴ്സും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവം എന്ന് വെച്ചാൽ അധികം വെയിൽ വേണ്ടാന്നുള്ളതാണ്. ഭയങ്കര വെയിലത്ത് വെച്ച് പോയാൽ ഇവരാകെ അവശതയാവും. ഇവരെ ഫ്ലവറിൻ്റെ ഇതളുകൾക്ക് വളരെ നൈസ് ഇതാണ്, ഇതളുകളാണ്, കട്ടിയില്ല. ഒന്ന് ചൂട് തട്ടുമ്പോഴത്തേക്കും വാടിക്കൊഴിഞ്ഞ മാതിരി ഇങ്ങനെ എന്താ പറയുക, തളർന്നൊടിഞ്ഞിങ്ങനെ നിൽക്കും. അപ്പോൾ വെയിലധികമില്ലാത്ത ഒരു സ്ഥലത്ത് ഷീറ്റിട്ട അതിൻ്റെ അടിയിലോ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് വളർത്തുക. അതല്ലെങ്കിൽ പോർച്ചിൻ്റെ സൈഡിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് ഇറയത്തൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലവർ ഇങ്ങനെ നല്ല വിരിഞ്ഞ് നിൽക്കും. അല്ലെങ്കിൽ ഇതൊരു ആവതില്ലാത്ത പോലെ നിൽക്കും. പക്ഷേ ഇവന്മാരാകല്ലേ നമുക്ക് ഭയങ്കര ആകർഷണം ഉള്ളൊരു ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിരുന്നു. ഇത് മുഴുവൻ കാണിച്ചു തരാൻ എനിക്ക് പറ്റുന്നില്ല. ഇത്രയും കളേഴ്സ് എന്നൊക്കെ ഉള്ളൂ. അതായത് ഒരു 30-40 കളേഴ്സോളം ഉണ്ട് ഓൾറെഡി. ഇത് അത് പല കളറും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ചസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെയുള്ള മറ്റു വീഡിയോകൾ വരും. വെൽവെറ്റ് പോലത്തെ കളർ കണ്ടോ, ഇനിയും വരും.